കൽപ്പറ്റയിലെ LDF സ്ഥാനാർത്ഥി PK അനിൽകുമാറാണ് 24-നോടൊപ്പം ചേരുന്നത്. അല്ലേട്ടാ, വിജയപ്രതീക്ഷകൾ എങ്ങനെയാണ്? ഒപ്പം ചില പിളർപ്പിലേക്ക് RJD പോകുന്നു എന്നുള്ള സൂചനകളൊക്കെ ഇടയിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു സ്ഥാനാർത്ഥിത്വം തന്നെ. പൂർണ്ണ വിജയപ്രതീക്ഷയുണ്ട്. പിന്നെ പാർട്ടിയുടെ പിളർപ്പ് അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാവും. അതൊക്കെ തീർന്നു. പാർട്ടി ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എതിർപക്ഷത്തുള്ളത് T സിദ്ദിഖാണ്. കഴിഞ്ഞ 5 കൊല്ലമായി MLA ആയിരുന്നു. ഇനി അങ്ങോട്ടും വലിയ പ്രതീക്ഷകൾ T സിദ്ദിഖിനുണ്ട്, അല്ലെങ്കിൽ ആ പക്ഷത്തിനുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇനി ചുരമിറങ്ങേണ്ടി വരുമോ സിദ്ദിഖിന് എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ ചുരമിറക്കുമോ? അല്ല, ഞാനങ്ങനെ കയറ്റുക എന്ന് പറയാൻ ആളല്ല. ഒരു സിദ്ദീഖിൻ്റെ സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നവരാണ്. അങ്ങനെ സിദ്ദീഖ് എതിർ സ്ഥാനാർത്ഥിയല്ല. ഇവിടെ 2 ആശയപരമായ രാഷ്ട്രീയ സംഘടനകളും മുന്നണികളുമാണ് മത്സരിക്കുന്നത്. അത് ഗവൺമെന്റിന്റെയും ഇടതുപക്ഷ മുന്നണിയുടെയും പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ആണ് എതിർ സ്ഥാനാർത്ഥിയുടെ കഴിവോ കഴിവില്ലായ്മയൊന്നും ഇവിടെ പ്രസക്തമല്ല. സർക്കാർ ടൗൺഷിപ്പ് പദ്ധതി തന്നെ LDFന് അനുകൂലമായി ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കാൻ ഉണ്ട്, അല്ലെങ്കിൽ അതൊക്കെ ഒരു വോട്ടായി മാറുമെന്ന് തന്നെയല്ലേ? ഉറപ്പല്ലേ. കാരണം ഉത്തരാഖണ്ഡ്, നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ നിരന്തരം ഈ ഭൂചലനങ്ങളെ പറ്റിയും ലാൻഡ് സ്ലൈഡിനെ പറ്റിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ആ ഗ്രാമം ഇല്ലാതായിരിക്കുന്ന ഒരു ദുരന്തം നേരിട്ടവനെ വീണ്ടും ഒരു ദുരന്തം വരാത്ത രീതിയിലാണ്. ഭൂമി കുലുക്കം ഉണ്ടായാൽ പോലും അത് പ്രൈം പ്രോപ്പർട്ടിയാണ്. ഏകദേശം 1.25 കോടി രൂപ വരുന്ന വസ്തുവാണ് അവർക്ക് പോകുന്നത്. അവരുടെ നഷ്ടപ്പെട്ട മനുഷ്യജീവനുകൾ തിരിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ ഇനി അവർക്ക് സുരക്ഷിതമായി ജീവിക്കാൻ ഗവൺമെന്റ് കൊടുത്തത് അത് മാതൃകാപരം തന്നെയാണ്. അത് ഗുണം ചെയ്യുമെന്ന് 100% വിശ്വാസമുണ്ട്. അതുതന്നെയാണ്. കൽപ്പറ്റയിലെ ടൗൺഷിപ്പ് അടക്കം ജനങ്ങൾക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ LDFനൊപ്പം നിൽക്കും. കൽപ്പറ്റയിലെ LDF സീറ്റ് എന്നുള്ളത് RJDക്കായിരുന്നു. അതോടൊപ്പം വ്യക്തമായിരിക്കുന്നു, ചിത്രം തെളിഞ്ഞിരിക്കുന്നു. കൽപ്പറ്റയിലെ RJD സ്ഥാനാർത്ഥി, LDF സ്ഥാനാർത്ഥി PK അനിൽകുമാറിന്റെ ഈ ഒരു സ്ഥാനാർത്ഥിത്വം വലിയ രീതിയിൽ ഒരു വിജയത്തിലേക്ക് തന്നെ നീങ്ങും എന്നുള്ളതും കൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കൽപ്പറ്റയിലെ LDF സ്ഥാനാർത്ഥി വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ മനു ദാമോദരനൊപ്പം കാളിദാസൻ ദേവതപ്പം, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.